ഹോൾഡേഴ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഒരുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 2 എക്സാംസ് SSCJE ആൻഡ് RRBJE. ഈ നോൺ ടെക്നിക്കലാണ് കംപ്ലീറ്റ് CBT1 RRBJEന്റെ കേസിൽ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ആ എക്സാം എഴുതാതെ ഒരിക്കലും ഒരു ഡിപ്ലോമ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല പ്രസ്റ്റീജിയസ് ജോബ് എന്ന് പറയുന്നത് SSCJE RRBJEയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. 10th ലെവൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ CBT1ൻ്റെ അകത്തുള്ള എഞ്ചിനീയറിംഗ് പോർഷൻസ് അത് തന്നെയാണ് CBT2ലും വരുന്നത്. ക്വസ്റ്റ്യൻ ലെവലിലേക്കും ആ വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കുറഞ്ഞ സബ്ജക്റ്റുകളാണെന്ന് പറയുമ്പോൾ പോലും അവിടെ കണ്ടന്റ് വളരെ കുറവാണ്. എന്നാൽ 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. വേക്കൻസി വളരെ കുറവായിട്ട് കണ്ടല്ലോ എന്ന് കമ്പാരിറ്റീവ്ലി മുന്നത്തെ വെച്ചിട്ട്. അപ്പം ആ വരുന്ന കുറവ് വേക്കൻസിയിൽ ഒരാളെ ഞാനാണെന്ന് ചിന്തിച്ച് പഠിക്കുക. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സിവിലിയൻസ് പോഡ്കാസ്റ്റ്. സിവിൽ ആസ്പിറൻസ്, അതായത് BTech ഹോൾഡേഴ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും ഒരുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള 2 എക്സാംസ് SSCJE ആൻഡ് RRBJE. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഈ 2 എക്സാമിനേഷൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസും റിവ്യൂ ആണ്. അപ്പം ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അജിത് സാറാണ്. വെൽക്കം സാർ. താങ്ക് യു. അപ്പോൾ നമ്മൾ നോർമലി ഈ പറഞ്ഞ 2 എക്സാംസ്, ഇപ്പം SSCJE ആയിക്കോട്ടെ RRBJE, സ്റ്റുഡൻസിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ കേരള PSC എക്സാം എഴുതാൻ കാണിക്കുന്ന ആ ഒരു എന്തൂസിയാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒന്നും നമ്മൾ ഈ 2 എക്സാംസ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊന്നും നമ്മൾ അത്രയ്ക്കും കാണാറില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്ന ഈ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്ത തന്നെയാണ് നമുക്ക് പറയാം. ഇപ്പം എക്സാം എങ്ങനെയാണ്, എങ്ങനെ റിക്രൂട്ട്മെൻ്റ് ആണ്, എന്തൊക്കെ പോസ്റ്റുകളാണ്, വേക്കൻസി എങ്ങനെയാണ്, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള ഒരു അവയർനെസ് കുറവാകാം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇപ്പോൾ കുട്ടികൾ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോർഷൻസും കൂടെ ഇൻക്ലൂഡഡ് അല്ലേ എന്നുള്ള കേരള PSC വെച്ച് കമ്പയർ ചെയ്ത് പറയുമ്പോൾ. അപ്പം ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു എക്സാമിലേക്ക് അവർ ഇറങ്ങുമ്പോൾ എക്സാം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ആദ്യം കൃത്യമായിട്ട്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ആ എന്താണ് എക്സാം പാറ്റേൺ എന്ന് അറിഞ്ഞ് തന്നെ നമുക്ക് ഈ പോഡ്കാസ്റ്റ് സെഷനും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം SSCനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം സാർ, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന്. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് SSC എക്സാമുകൾ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത്. മെയിനായിട്ടും അതിൻ്റെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്, ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കുള്ളത്, അതുപോലെ തന്നെ CPWD ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാട്ടർ കമ്മീഷൻ CWC, പിന്നെ വേറെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളൂടെ ഉണ്ട്. അവിടെ എല്ലാം വേക്കൻസികൾ കുറച്ച് കുറവാണ്. പക്ഷേ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നടക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ഈ SSC വഴിയാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു എക്സാം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാം എന്ന് പറയുന്നത് 2 പാറ്റേൺ ആയിട്ട് അല്ലെങ്കിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. CBT1 എന്നുള്ള രീതിയിലും CBT2 എന്നുള്ള. CBT എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ആദ്യമേ ഒരു പ്രിലിമിനറി സ്റ്റേജ് പോലെയാണ്. അപ്പം അതിൻ്റെ അകത്ത് CBT1ൻ്റെ അകത്ത് കുറച്ച് കണ്ടൻസ് ഉണ്ട്, അതായത് ജനറൽ അവയർനെസ്സും റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ടെക്നിക്കലായിട്ട് വരുന്നത്. വേറെയും ഉണ്ട്, ഇലക്ട്രിക്കലും മെക്കാനിക്കലൊക്കെ ഉണ്ട്, അവർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സിവിലാണ്, അതുകൊണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. 100 മാർക്സിൻ്റെ ബാക്കി ജനറൽ ആയിട്ടുള്ള പോർഷൻസിൽ നിന്ന് മാർക്സും കൂടെ ചേർന്ന് CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ടയർ 1 എന്ന് പറയുന്നത് 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന്. അതിൽ 100 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ ടെക്നിക്കലും ബാക്കി 100 മാർക്ക് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലുമാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ജനറൽ അവയർനെസ് 50 മാർക്കിന്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്കിന്, സിവിൽ ടെക്നിക്കൽ 100. ഇങ്ങനെയാണ് നമ്മൾ ഇൻ ടോട്ടലായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 0.25 ആണ് വരുന്നത്. അപ്പം CBT1നും ഇനി CBT2ലേക്ക് വന്നാൽ അതിനും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. CBT2 എന്ന് പറയുന്നത് 300 മാർക്കിനാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഓൾറെഡി ഇപ്പോൾ CBT1ൻ്റെ അകത്തുള്ള എഞ്ചിനീയറിംഗ് പോർഷൻസ് അത് തന്നെയാണ് CBT2ലും വരുന്നത്. ഒരു വ്യത്യാസം ഇല്ല, അത് നിങ്ങൾ അതായത് ഇപ്പം ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരുന്നതും ക്വസ്റ്റ്യൻ ലെവലിലേക്കും ആ വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം ജൂനിയർ എഞ്ചിനീയർ ലെവലിലെ ക്വസ്റ്റ്യൻസ് അത് CBT1ലായാലും 2ലായാലും ലെവലും ആ സിലബസും ഒക്കെ ഏകദേശം അല്ല സിമിലർ തന്നെയാണ്. പിന്നെ 100 ക്വസ്റ്റ്യൻസ് 300 മാർക്സിനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന 1 മാർക്കാണ് വരുന്നത് CBT2ൻ്റെ കേസിൽ. 2 അവേഴ്സ് തന്നെയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിർച്വൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് CBT1ന് പ്രൊവൈഡഡ് അല്ല, പക്ഷേ CBT2ന് നിങ്ങൾക്ക് വിർച്വൽ കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ടും നിങ്ങൾ
അറിഞ്ഞിരിക്കണം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യണേ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതായത് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്ത് തന്നെ പോകണം. അത് ഇപ്പം ഈ ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത RRBൻ്റെ എക്സാം പാറ്റേണിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ നോർമലി ഇങ്ങനത്തെ എക്സാംസ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് തന്നെ പറയാം, യൂസർ ഇൻ്റർഫേസിനെ കുറിച്ചുള്ള വളരെ ഒരു അവയർനെസ് ഇല്ലാതെ എക്സാം ഹോളിലേക്ക് പോകുന്നത്. കാരണം നോർമലി മോക്ക് ടെസ്റ്റുകളൊക്കെ ഇവർ അറ്റൻഡ് ചെയ്യുന്നത് ഫോൺ ത്രൂ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കാം. അങ്ങനെയാണ് നോർമലി വരുന്നത്. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കമ്പ്യൂട്ടർ സ്ക്രീനാണ്. ഇപ്പം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതായിക്കോട്ടെ, ടാബ് എടുക്കുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരാം. അപ്പോൾ ആ സമയത്ത് പാനിക്കായി ഒരുപാട് കുട്ടികൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടും ടൈം ഒരുപാട് പോയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സോട് കൂടി വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ തെറ്റിക്കുന്നത്. ചിലപ്പം അത് അങ്ങനെ ചെന്ന അനുഭവം ഉണ്ടായി കഴിയുമ്പോഴായിരിക്കും അടുത്ത പ്രാവശ്യം അവർ എഴുതാനായിട്ട് മടിക്കുന്നത്. അപ്പം ഈ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പോൾ ഈ ഒരു എക്സാമിനെ പേടിയോടി കാണാനായിട്ടുള്ളതിൻ്റെ ഒരു റീസണിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഇതായതുകൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ബാക്ക് ടു ഈ എക്സാം പാറ്റേണിലേക്ക് വരാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് RRB JEE ആണ്. RRB JEEയും ഇതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. അതിലും CBT 1ഉം CBT 2 രണ്ട് പാർട്ടായിട്ടുണ്ട്. പിന്നീട് ഇതേപോലെ മെഡിക്കലും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും എല്ലാം ഉണ്ടാവും. CBT 1 എന്ന് പറയുന്നത് അത് 90 മിനിറ്റ് 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ. പക്ഷേ ഈ SSC ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ CBT 1ൽ ടെക്നിക്കൽ പോർഷൻ ഇല്ല. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ പോർഷൻസ് അവിടെ പഠിക്കണ്ട എന്നുള്ളത് കൊണ്ട് ചെയ്യുന്ന, ആദ്യമേ ഇവർ ടെക്നിക്കൽ പഠിക്കാതെ ഇത് മാത്രം പഠിച്ച് ഇരിക്കും. പക്ഷേ CBT 2 എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യും. 2-3 മാസത്തിനുള്ളിൽ തന്നെ അനൗൺസ് ചെയ്യും. ആ 2-3 മാസത്തിനുള്ളിൽ ടെക്നിക്കൽ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പം പ്രിപ്പറേഷൻ ലെവലിൽ തന്നെ, അതായത് CBT 1ഉം CBT 2ഉം RRBക്ക് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ SSCക്ക് പഠിക്കുമ്പോഴും ഒരേ ലെവലിൽ രണ്ടും ഒരേ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ചിന്തിക്കുന്നതെന്ന് വെച്ചാലില്ലേ, ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവർ വിചാരിക്കും CBT 1 ഞാൻ ക്വാളിഫൈ ആയാലല്ലേ CBT 2ൻ്റെ ഒരു കാര്യമുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ RRB JEE എക്സാം എഴുതാൻ തയ്യാറായി, അല്ലെങ്കിൽ SSC JEE എക്സാം എഴുതാൻ തയ്യാറായി. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തായാലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഈ പോസ്റ്റിൽ കയറണം എന്നതാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെന്ന കോൺഫിഡൻസിൽ വേണം നിങ്ങളുടെ ആദ്യത്തെ പ്രിപ്പറേഷനെ തുടങ്ങാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ, അതായത് CBT 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ആദ്യമേ നിങ്ങൾക്ക് ടെക്നിക്കൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്താൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടതായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളും അനുഭവിക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിലെ തന്നെ ഈ ടെക്നിക്കലും കൂടെ കുറച്ച് നോക്കി പോവാം. കാരണം ഈ CBT 1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഭയത്തോടുകൂടി കണ്ട് പറയുന്നവരുണ്ട്. അത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ അല്ലേ മിസ് CBT 1, പിന്നെ നമ്മളിത് എങ്ങനെയാണ് നമ്മൾ ടെക്നിക്കൽ പഠിക്കുന്നവരല്ലേ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ 10th ലെവൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ അതും കൂടി ഒന്ന് എടുത്ത് പറയണം. മാത്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡാണ്. ഇപ്പം ഒരു BTech സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇപ്പം പോളി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണെങ്കിലും ഒരു +2 ലെവലിൽ തന്നെ അത്യാവശ്യം നമുക്ക് മാത്തമാറ്റിക്സ് ഒക്കെ അറിയാവുന്ന, ചെയ്യാനും കണക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് അറിയാവുന്ന. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ലെവലിലുള്ള ആപ്റ്റിറ്റ്യൂഡാണ് അവിടെ മാത്തമാറ്റിക്സിൽ ടെസ്റ്റ് ചെയ്യുന്നത്. 30 മാർക്കിനുള്ള ഒരു ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ കേസിൽ നമുക്ക് ഹൈ വെയിറ്റേജ് ഉള്ള ഒരു സാധനമാണ് മാത്സ് എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറയുന്നത് SSC ആയിട്ട് ഇനി അതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഇപ്പം റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഒക്കെ നമ്മൾ SSCയിൽ ഇപ്പോൾ പറഞ്ഞ SSCയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് ഇവിടെ വരുന്നത് മാത്സ് മാത്രമാണ്. മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഇപ്പം ടൈം ആൻഡ് വർക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിമ്പിൾ കാര്യങ്ങൾ അത് നമ്മൾ നോർമലി ഇപ്പോൾ നിങ്ങൾ ടെക്നിക്കൽ ചെയ്യുമ്പോൾ പോലും പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. അപ്പം അത് നിങ്ങൾക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ടൈം ആൻഡ് വർക്കിലൊക്കെ ഇപ്പം എ ഒരു വർക്ക് ചെയ്തു, ബി ഒരു വർക്ക് ചെയ്തു എങ്കിൽ കമ്പൈൻഡ് ആയിട്ട് എയും ബി എങ്ങനെ ചെയ്യും, ഒരു സിമ്പിൾ ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പം അതൊരിക്കലും നിങ്ങൾ ഈ നോൺ ടെക്നിക്കലാണ് കംപ്ലീറ്റ് CBT-1 RRBJന്റെ കേസിൽ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ആ എക്സാം എഴുതാതെ ഒരിക്കലും. കാരണം നിങ്ങൾക്ക് ആർക്കും ജസ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ബാക്കി നമ്മൾ ഈ പറയുന്ന ജനറൽ റീസണിങ് 25 മാർക്സിനുണ്ട്, ജനറൽ അവയർനെസ് 15 മാർക്സിന്, ജനറൽ സയൻസ് 30 മാർക്സിന്. ഇത്രയാണ് വരുന്നത്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അവിടെയും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ SSC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുന്ന ഈ ഫിസിക്സ് കെമിസ്ട്രിയുടെ കാര്യമാണ്. അവിടെ ഉണ്ട് സയൻസ് എന്നുള്ള രീതിയിലുണ്ട്, പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഉണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന CBT-2 കടക്കുമ്പം അവിടെയും നമ്മൾ പറഞ്ഞു നോൺ ടെക്നിക്കൽ പ്ലസ് ടെക്നിക്കൽ തന്നെയാണ് വരുന്നത്. അവിടെയും ഈ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് എക്സ്ട്രാ വെയിറ്റേജ് കൊടുത്ത് വരുന്നുണ്ട്. അപ്പം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയാൽ അത് നിങ്ങൾക്ക് CBT-2 ആപ്ലിക്കബിൾ ആണ്. CBT-2 ഫിസിക്സും കെമിസ്ട്രിയും മാത്രമല്ല, കുറച്ചുകൂടെ കയറി നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അങ്ങനെയുള്ള കുറച്ച് 10 മാർക്ക് വെച്ചിട്ടുള്ള പോർഷൻസോടെ കൂടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് 120 മിനിറ്റിന് വരുന്നത്. അതിൽ ജനറൽ അവയർനെസ് 15 മാർക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്സിനുണ്ട്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്കിനുണ്ട്, അതുപോലെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്കിന്, പിന്നെ നമ്മുടെ ടെക്നിക്കൽ സിവിൽ 100 മാർക്കിന്. അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, ഈ എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോളിൽ ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് നമ്മുടെ നോയ്സ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റൽ ചാപ്റ്ററിൽ സിവിലിൽ പഠിക്കുന്നത് തന്നെയാണ്. അത് സിവിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്, കാരണം ബാക്കി എഴുതുന്നവർക്കും ഈ സബ്ജക്ട്സ് വരുന്നുണ്ട്, പക്ഷേ അവരെ വെച്ച് നോക്കുമ്പോൾ സിവിൽ ആസ്പിറൻസിന് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം പിന്നെ അതിൽ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പൊല്യൂഷൻ കൺട്രോളിൽ എക്സ്ട്രാ വരുന്നത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ നോർമലി 10th ലെവലിൽ നമ്മൾ സയൻസിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പം അത് ഈ പറഞ്ഞ ജനറൽ സയൻസിലൊക്കെ ഇൻക്ലൂഡായി നിങ്ങൾ പഠിച്ചു വരുന്നതുമാണ്. അപ്പം എങ്ങനെ നമ്മൾ നോക്കിയാലും നമുക്ക് ഈ നോൺ ടെക്നിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന അത്രയ്ക്കും ഇഷ്യൂ ഉള്ളൊരു കാര്യമേ അല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത്രയാകുമ്പോൾ നമുക്ക് ഏകദേശം കവർ ആവുന്നുണ്ട് പാറ്റേണിനെ കുറിച്ച്. പിന്നെ RRBJയിലും നമുക്ക് 2 സ്റ്റേജിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് 1/3 ഓഫ് ദി ഒരു ക്വസ്റ്റിൻ്റെ മാർക്കിൻ്റെ 1/3 ആണ് നമുക്ക് കട്ടാവുന്നത്. SSCയിൽ പ്രിലിമിനറി സ്റ്റേജിൽ CBT-1 0.25 നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ മെയിനിൽ 1 മാർക്കുമാണ്. ഈ രണ്ട് എക്സാമിൻ്റെ കേസിൽ CBT-1 നിങ്ങൾക്ക് വിർച്വൽ കാൽക്കുലേറ്റർ ഇല്ല, CBT-2 വിർച്വൽ കാൽക്കുലേറ്റർ പ്രൊവൈഡഡ് ആണ്. അത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത്രയാണ് നമ്മൾ എക്സാമിനെ കുറിച്ച് പറയേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം RRBJന്റെ കേസിൽ നമ്മൾ പറയുവാണ്, അതായത് 100 മാർക്കിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 90 മിനിറ്റ്സ്. ഓരോന്നിനും നമ്മളങ്ങനെ ടൈം എടുത്ത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് less than 1 മിനിറ്റ് ടൈം അവൈലബിൾ. അപ്പം ഇവിടെ ഏറ്റവും ഹൈലൈറ്റിംഗ് കാര്യം, ഇപ്പം SSC നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ആദ്യത്തേൽ നമുക്ക് നോൺ ടെക്നിക്കൽ വരുന്നുണ്ട്, പ്ലസ് സിവിലാണ് വരുന്നത്. പക്ഷേ ഈ SSCയും RRB തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ SSCയിൽ CBT-1 ഉം 2 മാർക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് എടുത്താണ് നിങ്ങൾക്ക് മാർക്ക് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. പക്ഷേ RRBയിലേക്ക് വരുമ്പോൾ CBT-1 ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്, സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അതിലേക്ക്, അതായത് നമ്മുടെ CBT-2 അതിൻ്റെ ഒരു ബന്ധവും തന്നെ വരുന്നില്ല. അപ്പം അത് കൃത്യമായിട്ട് കുട്ടികളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു, അതായത് നമ്മുടെ ഈ ഓരോ പോർഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. ഇപ്പോൾ അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സീരീസ്, ഡയറക്ഷൻസ്, അതായത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ കുറച്ച് പോർഷൻസ് ആണ്. ഇപ്പോൾ സീരീസ്, ഡയറക്ഷൻസ്, കോഡിങ്, ഡീകോഡിങ്, സിമിലാരിറ്റീസ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് രണ്ടിലും ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ SSCക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിലും RRBക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിലും ഇപ്പം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കണം എന്നില്ല. ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മാത്തമാറ്റിക്സ് ആണ് ഒരു ഡിഫറൻഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ കുറച്ച് വെയിറ്റേജ് ഉള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ രണ്ടിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റീസണിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഹൈ വെയിറ്റേജ് ഉള്ളതെന്ന് പറയുന്നത് അനലോഗിയും അതുപോലെ തന്നെ സിമിലാരിറ്റി, കോഡിങ്. അനലോഗിയിലൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എയും ബിയും 2 ഫിഗേഴ്സ് തന്നിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് അടുത്തൊരു ഫിഗർ തരും, സിയും ഡിയും, അതായത് എയും ബിയും എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ഒരു സി ഫിഗർ തരും, എങ്ങനെ നമുക്ക് ഡിനെ ചൂസ് ചെയ്യാം, ഓപ്ഷൻസ് കാണാം. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യത്തെ, അതായത് ഒരു ഫിഗറായിട്ട് നമുക്കൊരു ലൈൻ തരും, രണ്ടാമത്തെ ഫിഗറിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2
2 സൈഡ് മാത്രമുള്ള ഒരു ഫിഗർ തരും, മൂന്നാമതൊരു ട്രയാങ്കിൾ തരും, അങ്ങനെയാണെങ്കിൽ നാലാമത്തത് എന്തായിരിക്കും? അതൊരു സ്ക്വയർ ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഈ ഓരോ സൈഡ്സിന്റെ എണ്ണം കൂടിയാണ് വരുന്നത്. അപ്പൊ അത്രയ്ക്കും ബേസിക് ലോജിക്ക് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ ആ ടൈപ്പ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം 150 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പം അതിന് നമുക്ക് ഇത്ര മാർക്ക്, അതായത് ഇപ്പോൾ ഒരു മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ലെസ് ദാൻ 1 മിനിറ്റ് ആണ് സമയം എന്ന് പറഞ്ഞു. അപ്പം ഇവിടുത്തെ ഏറ്റവും, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൈം മാനേജ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം നോൺ ടെക്നിക്കലായാലും ടെക്നിക്കലായാലും വളരെ സിമ്പിൾ, അതായത് ജൂനിയർ എഞ്ചിനീയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് ആരാണോ അവരാണ് ഇത് സ്കോർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ടെക്നിക്കലിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയോ, ഡീപ്പായിട്ട് ഇതിലേക്ക് ഇറങ്ങി പഠിക്കാൻ പോകും. പക്ഷേ JEE എക്സാമുകളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര വാസ്റ്റായിട്ടാണ് പഠിക്കേണ്ട, പകുതി പഠിക്കുക എന്ന് പറയും, സർഫസ് ലെവൽ. കാരണം എല്ലാ ടോപ്പിക്സിൻ്റെയും എല്ലാ എഡ്ജും കവർ ചെയ്ത് നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലവും അറിയണം, പക്ഷേ അത് അത്രയും ഡീപ്പായിട്ട് അറിയാൻ വേണം. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അങ്ങനെ കേസുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇപ്പോൾ ഒരു IS കോഡിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ IS 456 പ്രകാരം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, അല്ലെങ്കിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് FTC 0.7 ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വരുന്നത്. അങ്ങനെ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ചില എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്ത്, ഇപ്പം കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി അത് ഏത് ടെസ്റ്റ് വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ഇക്വേഷൻ എന്താണ്, ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ്ലി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ അങ്ങ് വായിക്കേണ്ട സമയം എടുക്കത്തില്ല. ഇപ്പം ചില ക്വസ്റ്റ്യനുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അത്ര പോലും ഉണ്ടാവില്ല. ലെങ്ത് പോലും കുറച്ച് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് കാരണം സമയം കുറവാണല്ലോ, 1 മിനിറ്റ് താഴെ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസേ വരൂ. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവിടെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഒക്കെ റിലേറ്റ് ചെയ്ത് വരാറുണ്ട്. ഇപ്പോൾ വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പം അങ്ങനത്തെ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോന്നിനും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റസ് ഏതൊക്കെയാണ്, അപ്പം ഓരോന്നിനും നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതൊക്കെയാണ്, ഇതൊക്കെ കൂടുതൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാറുണ്ട്. പിന്നെ നമുക്കിപ്പോൾ എൻവയോൺമെൻറ്റിലൊക്കെ നോക്കിയാൽ പെർമിസിബിൾ ലിമിറ്റിൻ്റെ കേസുകളൊക്കെ മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നോർമലി മാച്ച് ദ ഫോളോയിങ് കാണുന്നത്. വേറെ പറയാൻ പറ്റുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഇപ്പം നമ്മൾ പറയുന്ന മാച്ച് ദ ഫോളോയിങ് ആയാലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിലും അത് ഇച്ചിരി സമയം നമുക്ക് എടുക്കും. പക്ഷേ അതൊരു മൊത്തം ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10% താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കട്ട് ഓഫ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ടെക്നിക്കൽ പോർഷൻസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കലിൽ നമുക്ക് കിട്ടുന്ന ഒരു 80% ഒക്കെ 80 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, മിസ്റ്റേക്സ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് കേട്ടാലേ കുട്ടികൾക്ക് അത് ഭയങ്കര ടഫ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താലും മനസ്സിലാവുന്നതാണ്. ഇപ്പം RRBക്ക് ആയിക്കോട്ടെ SSCക്ക് ആയിക്കോട്ടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വളരെ ഷോർട്ടുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ നോർമലി കാണുന്ന ഇപ്പം നമ്മുടെ AE ലെവലിലൊക്കെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കുറച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. പക്ഷേ ഇത് കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ നോട്ടിലേക്ക് സെന്റൻസുകളൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ഇൻകറക്റ്റ് ഒക്കെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇല്ല. ഇപ്പം ഇവിടെ കേരള PSC ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും. അതായത് അവർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇവിടെ അങ്ങനെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇവിടുത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് അല്ലാത്ത ചിലപ്പോൾ ഒരു ആ സെൻറ്റൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ, അതിൻ്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, പുതിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്ന ഒരു രീതിയില്ല. പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും, പക്ഷേ പുതിയ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അതെ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിന്റെ ഒന്ന് മോഡിഫൈ ചെയ്ത് വേറെ രീതിയിൽ മാറ്റി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SSCGAന്റെ CBT 1 ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ CBT 2 അതായത് CBT 1ന്റെ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്ത് CBT 2ന്റെ പ്രിപ്പറേഷനൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണും. അപ്പോൾ CBT 2 പ്യുവർലി ടെക്നിക്കലാണ്. ഈ RRB നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ CBT 2ഉം ടെക്നിക്കൽ പ്ലസ് നോൺ ടെക്നിക്കലുമാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ്, നമുക്ക് ഇത് രണ്ടിനും വേണ്ടി ഒരു പ്രിപ്പറേഷൻ മതിയോ? അപ്പം അതിൽ ആദ്യം ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, ഇപ്പം നമ്മുടെ ഇപ്പോൾ AE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ കേരള PSC AE എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ CBT 2 എന്ന് പറയുന്ന എക്സാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയണം. കാരണം ടെക്നിക്കൽ അല്ലെങ്കിൽ സബ്ജക്ട്സിന് വളരെ വ്യത്യാസം വരുന്നില്ല. പക്ഷേ SSCയും RRBക്കും കൂടെ ഒരു പ്രിപ്പറേഷൻ മതിയോ ടെക്നിക്കൽ, ഇങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവിൽ PSCയുടെ എക്സാമുകളൊക്കെ എടുക്കുന്ന സമയത്ത്
ഈ സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചില എക്സാമുകൾക്ക് ഇപ്പം ഓവർസിയർ എക്സാമുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസിനും അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഒക്കെ വളരെ വെയിറ്റേജ് കൂടുതലും ബാക്കിയുള്ളതിനൊക്കെ വളരെ വെയിറ്റേജ് കുറവുമാണ്. അപ്പോൾ അതേപോലെയുള്ള വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ വലിയൊരു ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം SSCയുടെ എക്സാം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ RRBയുടെ ടെക്നിക്കൽ പോർഷൻസിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അത്ര വേരിയേഷൻസ് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം കോമൺലി നമുക്കറിയാം ചില സബ്ജക്റ്റുകൾ കാണുമ്പം ഇതിന് നല്ല വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ജിയോടെക് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ RCC എടുത്തു കഴിഞ്ഞാലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, അങ്ങനെയുള്ള കുറച്ച് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾസും ഒക്കെ ഉണ്ട്. അപ്പം അത് രണ്ടിലും സിലബസ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ചില കേസുകളിലൊക്കെ ഈ വേർഡ്സൊക്കെ ടെക്നിക്കൽ ടേംസ് ഒക്കെ, അതായത് ഇപ്പം ഒന്നിലിപ്പം ജിയോ ടെക്നിക്കൽ എന്നാണെങ്കിൽ മറ്റേ സോയിൽ മെക്കാനിക്സ് എന്നായിരിക്കാം. അതേപോലെ എസ്റ്റിമേഷനും വാല്യൂഷനും ചിലപ്പോൾ ടെൻഡറിങ് ആ രീതിയിലായിരിക്കും കിടക്കുക. അപ്പം ഇതെല്ലാം വാല്യൂഷനിൽ ഇൻക്ലൂഡ് ആകുന്നതാണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും മെക്കാനിക്സ് ഓഫ് സോളിഡ്സും അങ്ങനെ ആ രീതിയിലൊക്കെ മാറി വരാറുണ്ട്. പക്ഷേ നിങ്ങൾ അതിനകത്തുള്ള ഡീറ്റെയിൽഡ് കോണ്ടന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാത്തിലും വരുന്നത് ഓവറോൾ നമ്മൾ നോക്കേണ്ട സബ്ജക്ട്സും അല്ലെങ്കിൽ ടോപ്പിക്സും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ടെക്നിക്കലി നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ തന്നെ മതി. കാരണം സിലബസ് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഇതിപ്പോൾ ഹൈ വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസും അല്ലെങ്കിൽ ഇപ്പോൾ SSCക്ക് ഒരു ഇതുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത്ര കണ്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ സിവിലിയൻസിൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത്ര കണ്ട് SSCക്ക് ചോദിക്കത്തില്ല. പക്ഷേ അതേസമയം നമ്മൾ RRB എടുക്കുമ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുണ്ട്, BMC എന്നുള്ള ഒരു പോർഷൻ, അതിന് നല്ല ഹൈ വെയിറ്റേജ് ആയിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ പോർഷൻസ് ഒക്കെ അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള GT ബാക്കിയുള്ള ഞാൻ നേരത്തെ ഓൾറെഡി ഇവിടെ സൂചിപ്പിച്ചു അതിൻ്റെയൊക്കെ വെയിറ്റേജ് ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. പിന്നെ അതല്ലാതെ ഈ ഹൈവേ, റെയിൽവേ, CPM പെർട്ട് അങ്ങനെയുള്ള പോർഷൻസും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ചേ ചോദിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ RCC എന്നുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റും ഈ ഹൈവേയും തമ്മിൽ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ റെയിൽവേ ആയിട്ട് എങ്ങനെ കമ്പയർ ചെയ്യും, അത് കണ്ടന്റ് വളരെ വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഞാനീ പറഞ്ഞ വെയിറ്റേജ് കുറഞ്ഞ സബ്ജക്റ്റുകളാണെന്ന് പറയുമ്പോൾ പോലും അവിടെ കണ്ടന്റ് വളരെ കുറവാണ്. എന്നാൽ 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ കുറച്ച് പഠിച്ചാൽ മതി. 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. എളുപ്പമുള്ള സബ്ജക്റ്റുകളാണ് ഈ റെയിൽവേ, CPM പറ്റുന്നത്, നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കിട്ടുകയും ചെയ്യും. SSCൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 എക്സാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ BMC എന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷനും കൂടെ ചെയ്തു. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഓവറോൾ വന്ന വെയിറ്റേജ് നോക്കുമ്പോൾ 14.5 ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 11.25 ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് 10.5 ഉണ്ട്, സർവേ 10 ഉണ്ട്, ഹൈവേ 10.5. അപ്പം ഇത് കുട്ടികളെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, എന്താണ് ഈ 0.5, 0.25 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നോർമലൈസ് ചെയ്ത് വരുന്നതിന് ശേഷമുള്ള മാർക്സ് ആണ്. അത് കാരണം നമ്മൾ പല ഫേസ് ആയിട്ടാണല്ലോ നടത്തുന്നത്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്ത് നോർമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റേജ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് 10-ൽ കൂടുതൽ മാർക്കുകൾ ചോദിച്ചതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബാക്കി സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കരുത്. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞൊരു കാര്യം. നമ്മൾ പരതി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ എക്സാംസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ എന്നൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളത് ഗേജ് ലെങ്ത് ഓഫ് എ ബ്രോഡ് ഗേജ് 1.676 എന്നുള്ളത് എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. പക്ഷെ അതേസമയം അത് ഒരു കുട്ടി അത് പഠിച്ചിട്ടില്ല, സർഫസ് ലെവലിൽ പോലും അത് പഠിച്ചിട്ടില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, വെറുതെ നഷ്ടപ്പെട്ടു. അതെ, അപ്പം അതുകൊണ്ട് അങ്ങനെ പോലും നമുക്ക് മിസ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അതാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പോർഷനും നമ്മൾ പഠിക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ സർഫസ് ലെവലിൽ അതിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളൂ, എല്ലാം കവർ ചെയ്യണം. അതായത് നിങ്ങൾ സിലബസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പം ഇത് വളരെയധികം ആധികാരികമായി എക്സാമിന് അത്രയും നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ വേർഡിങ്സും അത് എന്താണെന്നുള്ള ബേസിക് ഐഡിയെങ്കിലും നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ വിട്ട് കളയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഏരിയ വേണ്ട ബാക്കിയല്ലാത്തത് മാർക്ക് വാങ്ങാം അങ്ങനെ വിചാരിച്ച് നിങ്ങൾ വിടുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അത് നിങ്ങളുടെ റാങ്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫിനെ എല്ലാം ബാധിക്കും. നിങ്ങൾ എന്തൊക്കെയാണോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ട് ഒരു സർഫസ് ലെവലിൽ എല്ലാം അറിഞ്ഞ് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാനായിട്ട് നോക്കുക. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് അത്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടുത്തെ ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ മാത്രമല്ല, നോർത്തിൽ ഇതിനു വേണ്ടിയിട്ട് കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ബീഹാറിൽ നിന്നും UP നിന്നൊക്കെ ഉള്ള കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന കുട്ടികളാണ്. കോമ്പറ്റീഷൻ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിലേക്ക് ഇതിൻ്റെ അവയർനെസ് കുറവാണെങ്കിലും അവിടെ നിന്ന് ഒരുപാട് ഒരു ഹൈപ്പ് തന്നെ ഇതിന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിലേക്കാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെ എന്തിനാ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന്. അതിനുള്ളൊരു ആൻസറാണ് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണ്.
ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അത്രമാത്രം കുറവായിരിക്കും. അപ്പം നിങ്ങൾ നല്ലൊരു എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്കും അതേ പൊസിഷനിൽ എത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ അത് നമ്മൾ ഇപ്പം പേ സ്കെയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 35,400 നമ്മൾ പറയുന്നത് മിനിമം. അത് HRA DA അലവൻസ് ഒക്കെ കഴിയുമ്പോൾ ഒരു 70+ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്കിപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ 8 പേ കമ്മീഷൻ അത് നമുക്കൊന്ന് January 1 തൊട്ട് വരുമെന്നാണ് കേട്ടത്. അതിന്റെ പ്രിപ്പറേഷൻസ് നടക്കുവാണ്. അപ്പം വളരെ നല്ലൊരു സാലറി ഹൈക്കും വരാൻ പറ്റുന്ന, നമ്മളിപ്പോൾ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഒരു ആസ്പെക്റ്റിൽ ഇവർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കൺസേൺ. പക്ഷേ ഇപ്പോൾ ഒരു ജോലിയാണ് വേണ്ടതെന്നാണ് ഒരാളുടെ എയിം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ പ്രസ്റ്റീജിയസ് ഒരു ജോബ് എന്ന് പറയുന്നത്, അതിപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആയി മാറിക്കഴിഞ്ഞിട്ട് ജോലിയാണ് ഇമ്പോർട്ടന്റ് ഒരു കാര്യം. അതേപോലെ തന്നെ വരുന്ന അലവൻസസ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റസ് ആയിട്ട് പറയുമ്പോൾ എല്ലാം കൊണ്ടും വളരെ പ്രസ്റ്റീജിയസ്. അത് ഒരു ഡിപ്ലോമ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല പ്രസ്റ്റീജിയസ് ജോബ് എന്ന് പറയുന്നത് ഈ SSCG RRBGയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. അപ്പം ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിത് അവയർനെസ് ഇല്ലാതെയും അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാനൊക്കെ മടിച്ചിരിക്കുന്നവർ. പിന്നെ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, ഇപ്പോൾ കുട്ടികൾ ചോദിക്കാറുള്ളതാണ് നമ്മൾ ഇതിലേക്ക് സെലക്ട് ആവുമോ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ RRBGന്റെ റിസൾട്ട് അതായത് 55+ സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈ ആയിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമുക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം അതായത് ഇപ്പം നമ്മൾ ഇവിടുത്തെ നോർത്തിനെ അപേക്ഷിച്ച് ഇവിടുത്തെ കുട്ടികൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സിവിലിയൻസിന് ഇത്രയും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര. അതിനുശേഷം കുറെ കുട്ടികൾ ഒരുപാട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അത് ആ ഒരു വേരിയേഷൻ ഞാൻ കണ്ടു. അപ്പോൾ അത് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, അത് ഇനി ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇത് എടുക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ 55+ ആൾക്കാർക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. അത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. ഇനി നമ്മൾ വേക്കൻസിയിലേക്ക് നോക്കാം. വേക്കൻസികൾ എന്ന് പറയുന്നത്, അതായത് ഈ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, CPWD, അതുപോലെ തന്നെ സെൻട്രൽ CWC, ഇത്രയാണ് മെയിനായിട്ടുള്ള SSC സംബന്ധിച്ച് മെയിനായിട്ടുള്ള ബോഡീസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം BRO എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ജോബ് പ്രൊഫൈലും ആ ഒരു രീതിയിലുള്ള ഒരു ജോലിയുടെ സാധ്യത അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ വേക്കൻസികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഈ വർഷം ഇപ്പോൾ വന്നിട്ടുള്ളത് ഓവറോൾ ആയിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് 1700 ആയിരുന്നു. ഇനി മുന്നത്തെ വർഷവും അറൗണ്ട് 1700 ആയിരുന്നു. അതിന് മുന്നത്തെ വർഷം 1300 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ 1700 പറയുമ്പോഴും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സിവിലുകാർക്ക് അറൗണ്ട് 1300ഓളം വേക്കൻസികൾ സിവിലിന് മാത്രമായിട്ടുണ്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട്. അതിലിപ്പോൾ BRO എടുത്തു കഴിഞ്ഞാൽ അവിടെ 156+ വേക്കൻസികളുണ്ടായിരുന്നു. CPWD എടുത്തു കഴിഞ്ഞാൽ 86ഓളം വേക്കൻസികളുണ്ട്. ഞാൻ ജനറലിനെ മാത്രമാണ് പറഞ്ഞത്. ജനറലിന് മാത്രമായിട്ടാണ് 156 BROയിലുള്ളത്. CPWD എടുത്തു കഴിഞ്ഞാൽ 86 ഉണ്ട്. CWC എടുത്തു കഴിഞ്ഞാൽ അവിടെ 44 ഉണ്ട്. MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 98 ഉണ്ട്. അപ്പോൾ അങ്ങനെ വേക്കൻസികൾ ഇത്രയും നല്ല നമ്പർ ഓഫ് വേക്കൻസികൾ സിവിലുകാരെ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ആ ഒരു ട്രഷർ നമ്മളങ്ങനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ SSCയുടെ കേസിൽ SSC എത്ര കണ്ട് എടുത്തിട്ടില്ല. RRB ആണ് ഇപ്പം നമ്മൾ കൂടുതലും മലയാളികൾ ഇപ്പം ചൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ SSCയിലായിട്ടും കടന്നിട്ടില്ല. നമ്മളിനി അതിലേക്കും നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര മാത്രം റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട്, അതും കൂടെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പോകേണ്ടതാണ്. അതായത് വേക്കൻസി എത്രയാണോ അനൗൺസ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്താണ് പോകുന്നത്. അതായത് എത്ര വേക്കൻസികൾ പറയുന്നുണ്ടോ അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എല്ലാ വർഷവും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അവർ എത്രയാണോ വേക്കൻസി പറയുന്നത് ഓരോ വർഷത്തേക്കും അനുസരിച്ചാണ് എടുക്കുന്നത്. അവരെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് നിലവിൽ. അതാണ് SSCനെ സംബന്ധിച്ചിട്ടുള്ള. നമ്മളിനി RRBJന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേക്കൻസി, അപ്പം ആദ്യമേ പറയേണ്ടത് നമ്മുടെ RRBJ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വേണ്ടിയാണ് ജൂനിയർ എഞ്ചിനീയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ നമുക്ക് നോർമലി ഒരു 19 സോൺസ് ഉണ്ട്. അതിൽ തന്നെ ഒരു 21 RRBs അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 21 RRBസിലേക്ക് വേണ്ടിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്.
അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് സോൺ സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് സിവിലിന് ഇപ്പം ഓരോ കാറ്റഗറീസ് ഉണ്ട്. അപ്പം അതിൽ ഏത് സോൺ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഒരു സോൺ പ്രിഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പം എല്ലാവരും ചിന്തിക്കുന്ന ആദ്യമേ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സോൺ ഏതാണ്. യാത്ര ചെയ്താണെങ്കിലും പെട്ടെന്ന് യാത്ര ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ എത്താൻ പറ്റുന്ന ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ 19 സോൺസിൽ നമുക്ക് ഒരു അധികം പരിചിതമായിട്ടുള്ളതെന്ന് പറയുന്നത് സദേൺ റെയിൽവേ സോണാണ്. അപ്പം അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നവരുണ്ട് സോൺ. അപ്പം എപ്പോഴും സോൺ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2569 ആണ് ടോട്ടൽ വന്നത്. അതിൽ നമ്മൾ സിവിലിൻ്റെ മാത്രം കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 935 വേക്കൻസീസ് വന്നു. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 740 + 195, അതിൽ 740 പ്യുവർലി സിവിൽ ബേസ്ഡ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് ഓരോരോ സെക്ഷൻസിൻ്റെത്, പ്ലസ് 195 എന്ന് പറയുന്നത് DM സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊരു ഡിപ്ലോമ ഹോൾഡറിനും ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡറിന് എഴുതാൻ പറ്റുന്നതാണ് സ്റ്റോഴ്സ്. അപ്പോൾ അതും സിവിലുകാർക്ക് പറ്റും. അങ്ങനെയാണ് ഇൻ ടോട്ടൽ 935. അപ്പം ഇതിൽ സിവിലിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന, അതായത് നമ്മുടെ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ചില ടൈപ്പ് ഓഫ് സോൺസ് ഉണ്ട്. അത് എടുത്ത് പറയേണ്ട നമ്മുടെ ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, അതേപോലെ ചെന്നൈ, സെക്കന്ദരാബാദ്, ഇതൊക്കെയാണ് കൂടുതലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന സോൺ. അപ്പോൾ വേക്കൻസി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിലിന് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുംബൈയിലാണ് 116. സിവിലിൻ്റെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ 116 വേക്കൻസീസ് ഉണ്ട്. അപ്പം അത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. അപ്പം നമുക്ക് ഈ സെലക്ട് ചെയ്യുന്ന 2 രീതിയിൽ സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പോയി വരാൻ എളുപ്പം. 2, ഇപ്പം നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് പോയി വരാൻ എളുപ്പമുള്ളൊരു ജോലിയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി. ഇനി എനിക്കൊരു ജോലിയാണ് പ്രധാനം, അത് പോയി വരാൻ ബുദ്ധിമുട്ടൊന്നും ബാധകമല്ല, എനിക്കൊരു ജോലി വേണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മോർ നമ്പർ ഓഫ് വേക്കൻസി ഉള്ള സ്ഥലം നോക്കി പ്രിഫർ ചെയ്യുക. അപ്പം ഇവിടെ നോക്കുമ്പോൾ അത് മുംബൈ വരും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഇപ്പം നോർത്തിലേക്കുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചാൻസസ് കുറയാൻ ഒരു സാധ്യതയുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ബംഗാളിലെ കാര്യം എടുത്താലും അവിടെയും ഇതേ പ്രശ്നം. അതെ, നമ്മൾ വേക്കൻസി, അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ ഇപ്പോൾ വേക്കൻസി കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കരുത്. നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സിനെ എല്ലാം നോക്കി സോൺ സെലക്ട് ചെയ്യാം. അവിടെ നമ്മൾ ചിന്തിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പോയി വരാൻ എളുപ്പമുള്ളത് നമ്മൾ നോക്കുമ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രം ആയിക്കോട്ടെ, ചെന്നൈ, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ് ഒക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ഏറ്റവും കൂടുതൽ ഈ പോയി വരാൻ സാധ്യതയുള്ളതിൽ ഹയർ നമ്പർ ഓഫ് വേക്കൻസി ഉള്ളത് നോക്കുക. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയാണ് 71 വേക്കൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ 13 വേക്കൻസി, സെക്കന്ദരാബാദ് 25 ഉണ്ട്, ട്രിവാൻഡ്രത്തിന് 41 വേക്കൻസി. അപ്പം ഇവിടെ നമ്മളിപ്പം ഏതാണ്, ഇപ്പം ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് ഏത് കാറ്റഗറി ആണെന്നുള്ള നോക്കി അതിൻ്റെ വേക്കൻസീസ് നോക്കാം. നോട്ടിഫിക്കേഷനിൽ ക്ലിയർലി അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സോൺ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ഈ മുംബൈ പറഞ്ഞ പോലെ തന്നെ അവിടെ കോമ്പറ്റീഷൻ, ഇപ്പം നമ്മൾ നോർത്തിലെ കുട്ടികളുമായിട്ടായിരിക്കും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരുന്നത്, അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്ന അതാണ്. അപ്പോൾ അവിടെ അതിന് അത്രയ്ക്കധികം കോമ്പറ്റീഷൻ കൂടുമ്പോൾ കട്ട് ഓഫിൽ വേരിയേഷൻസ് വരാം. അപ്പം ഇതെല്ലാം ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ആണ്. കാരണം ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറയുകയാണ്. അതായത് അവർ ഈ വേക്കൻസീസ്, അതായത് അവർക്ക് ഇഷ്ടമുള്ള സോൺസ് ഒക്കെ സെലക്ട് ചെയ്തു. പക്ഷേ ഇപ്പം 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് കിട്ടിയ അതേ മാർക്ക് തന്നെയാണ് മറ്റേ ആൾക്കും കിട്ടിയത്, പക്ഷേ ഒരാളെ സെലക്ട് ആയിട്ടുള്ളൂ. അപ്പം അത് ആ സോണിൻ്റെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന മാറ്റമാണ്. അപ്പം അത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെയൊക്കെ സോൺ സെലക്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഇനി അടുത്ത ആപ്ലിക്കേഷനൊക്കെ വരുന്ന സമയത്ത്, അതിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ RRB ഇപ്പം ഏതാണ്ട് SSC പോലെ അതായത് ഇയർലി ഇനി കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനമാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന ഇനി അടുത്ത വർഷവും വരുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തവർക്ക് പറ്റത്തില്ല, പക്ഷേ ഇനി വരുന്നവർക്ക് സെലക്ട് ചെയ്യാൻ ഒരു ഗൈഡ് പോലെ ഇത് എടുക്കാം. നിങ്ങൾ എപ്പോഴും ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വേക്കൻസി ഉള്ളത് നോക്കുക. അവിടെയും നമ്മുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണെന്നുള്ളത് ബേസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സോൺസ് സെലക്ട് ചെയ്യാം. അവിടെയും മോർ നമ്പർ ഓഫ് വേക്കൻസി ഉള്ളത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വരുന്നൊരു ഡൗട്ടാണ്, ഞാനിപ്പോൾ വെക്കുന്ന സോൺ ഇപ്പോൾ സെക്കന്ദരാബാദാണ് അല്ലെങ്കിൽ ചെന്നൈ ആണെന്ന് വിചാരിക്കുക, ഞാൻ അവിടെ പോയി എക്സാം എഴുതേണ്ടതായിട്ട് വരുമോ എന്നുള്ള ചോദ്യം വരാറുണ്ട്. എന്നാൽ അങ്ങനെ ഇല്ല. കാരണം നിങ്ങൾ ടയർ 1 ആയിക്കോട്ടെ ടയർ 2 ആയിക്കോട്ടെ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. മെഡിക്കൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെല്ലാം നിങ്ങൾ എവിടെയാണോ സെലക്ട് ചെയ്താൽ സോണിൽ പോകേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട.
ഇനി ഇതുപോലെ തന്നെ വരുന്നൊരു ഡൗട്ടാണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പം RRB നമ്മൾ ഇപ്പോൾ RRB ജിയിൽ നമ്മൾ കുറച്ച് സോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സദേൺ റെയിൽവേ സോണാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 6 ഡിവിഷൻസ്, അതായത് ഒരു ഇപ്പോൾ 6 ഡിവിഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം പാലക്കാട് വരാം, അങ്ങനെ കുറച്ച് ഏരിയാസ് വരും, ഇപ്പോൾ ട്രിവാൻഡ്രം വരാം. അപ്പോൾ ആ രീതിയിലാണ് അവിടെ ഡിവിഷൻ വരുന്നത്. അപ്പം RRB ഇപ്പം നിങ്ങൾ RRB ജി ട്രിവാൻഡ്രമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ 6 ഡിവിഷൻസ് സദേൺ റെയിൽവേയിൽ 3 ഡിവിഷൻ RRB ട്രിവാൻഡ്രത്തിലായിരിക്കും വരുന്നത്, 3 എണ്ണം RRB ചെന്നൈയിലും ആയിരിക്കും വരുന്നത്. ഇങ്ങനെയായിരിക്കും കാറ്റഗറൈസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിന് വരുന്നൊരു ഡൗട്ടാണ്, ഇതിപ്പം സദേൺ റെയിൽവേയിൽ തന്നെ വരുന്നതാണ്. അപ്പം RRB ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്തതെങ്കിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ജോലി കിട്ടുമോ എന്നുള്ളൊരു ഓപ്ഷൻ വരാറുണ്ട്. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പം ഈ ചെന്നൈയിലൊക്കെ ഇപ്പം RRB നമ്മൾ ഈ 6 ഡിവിഷൻ പറഞ്ഞല്ലോ സദേൺ റെയിൽവേയിൽ, അതിലിപ്പം പാലക്കാട് വരാം, മധുരൈ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 ഡിവിഷനിൽ എവിടെ വേണോ ജോബ് വരാം. അപ്പം നിങ്ങൾ RRB ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ജോബ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ 6 ഡിവിഷനിൽ 3 എണ്ണമാണ് ട്രിവാൻഡ്രത്തിലും 3 എണ്ണം ചെന്നൈയാണ് പോകുന്നതെങ്കിലും ജോബ് വരുന്നത് ഈ 6 ഡിവിഷനും കൂടെ കമ്പയർ ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മധുരൈ ആകാം, പാലക്കാടാകാം, ട്രിച്ചി കിട്ടാം. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ജോബ് വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വെക്കുന്ന RRB ട്രിവാൻഡ്രം ആയതുകൊണ്ട് എനിക്ക് ട്രിവാൻഡ്രം തന്നെ കിട്ടും, അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ വരാനായിട്ട് പാടില്ല. ഈ കാര്യം കൂടി അറിഞ്ഞു പോയി. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് കുട്ടികളെ അടുത്തുനിന്ന് വരുന്ന ഒരുപാട് ഡൗട്ട്സിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ഇത് ഈ സോൺ സെലക്ട് ചെയ്യുന്നതിലൊന്നും ഈ പറഞ്ഞ കാര്യം യൂസ്ഫുൾ അല്ലെങ്കിൽ പോലും ഇനി അങ്ങോട്ടേക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് SSC JEE പോലെ തന്നെ RRB JEE ഇനി കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതും ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഹാപ്പി ന്യൂസായിട്ട് തന്നെ പറയാം നിങ്ങൾക്ക്. ഓരോ വർഷവും ഇനി RRB വരുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന അടുത്ത RRBയിലേക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തന്നെ തുടങ്ങണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കാര്യമാണ്, ഈ കുട്ടികൾ ഒരേ മാർക്കായിരിക്കും ഫ്രണ്ട്സ്, പക്ഷേ അവർ സെലക്ട് ചെയ്ത സോണിൻ്റെ ബേസിൽ ഒരാൾക്ക് ആ മാർക്ക് വാങ്ങിയിട്ട് ജോലി കിട്ടാതിരിക്കാം, മറ്റേ ആളിന് അതേ മാർക്കിൽ ജോലി കിട്ടാം. അപ്പം ഇതൊക്കെ സോൺ സെലക്ട് ചെയ്യുന്നതും വളരെ നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നു എന്ന് മാത്രമല്ല, സോൺ സെലക്ഷൻ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കി പോവുക. ഇനിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഇതുപോലെ തന്നെ വരുന്ന അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്, ഓരോ എക്സാം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ എക്സാം കഴിയുമ്പോഴൊക്കെ നമുക്ക് എത്ര കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ CBT 1 എഴുതിയിട്ടിരിക്കുവാണല്ലോ SSCൻ്റെ. അപ്പം കഴിഞ്ഞ തൊട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കുക, ഞാൻ ഇത്ര മാർക്ക് വാങ്ങി ഞാൻ ഇത് കട്ട് ഓഫിലേക്ക് ഞാൻ എത്തുമോ, അല്ലെങ്കിൽ ഞാനിത് ക്വാളിഫൈഡ് ആകുമോ, അങ്ങനെ കുറേ ഡൗട്ട്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് SSC പറഞ്ഞ കണക്ക് ക്യുമുലേറ്റീവായിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് കൂടുതൽ ഡൗട്ടും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് നമുക്ക് ഇത്ര തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പോലും പറയുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ RRBക്ക് ആണെങ്കിൽ അത് സോണിനെ ബേസ് ചെയ്തിരിക്കാം, SSCക്ക് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ, അതായത് ഓരോ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. അപ്പോൾ അങ്ങനെ ഇത് മാറാം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, എത്ര പേര് അപ്ലൈ ചെയ്തു, ആ ലെവലിലെല്ലാം മാറ്റം വരാം, വേക്കൻസിൻ്റെ അനുസരിച്ച് മാറ്റം വരാം. പക്ഷെ ഇവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനാലിസിസ് പറഞ്ഞു പോകാം, അത് ഇവർക്കൊരു കുറച്ചൊരു ഗൈഡ് പോലെ, അതെ, അങ്ങനെ രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം. RRB നമ്മൾ എടുത്തു കഴിഞ്ഞാൽ RRBയുടെ CBT 1 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സോണുകളുടെ കേസ് മാത്രം പറയുന്നില്ല, പ്രിഫർ ചെയ്യുന്ന സോണുകളുടെ കേസ് പറയാം. ഇപ്പോൾ ട്രിവാൻഡ്രം എടുത്തു കഴിഞ്ഞാൽ CBT 1 ഒരു 52 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ചെന്നൈ ആണെങ്കിൽ 61, സെക്കന്ദരാബാദ് 68, ബാംഗ്ലൂർ വരുമ്പോൾ 53. അപ്പോൾ അങ്ങനെ അത് ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിലാണ് കഴിഞ്ഞ വർഷത്തെ ഇതായിട്ട് വരുന്നത് CBT 1ൻ്റെ കേസിൽ. CBT 2ലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസേഷൻ ചെയ്യും. അപ്പോൾ നോർമലൈസ് ചെയ്തൊരു വേറൊരു സ്കെയിലാണ് അതിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 90-95 ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സേഫ് സോണിലാണെന്ന് പറയാം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു മിനിമം നമ്മളൊരു എക്സ്പെക്ട് ചെയ്യണം, ആ ഒരു മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു മിനിമം ക്രൈറ്റീരിയ ആയിട്ടേ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. അത് ആ 90-95 എന്നുള്ള ആ റേഞ്ച് അതിനെ നോർമലൈസ് ചെയ്ത് വേറൊരു റേഞ്ചിലേക്ക് പോകും. നോർമലൈസ്ഡ് മാർക്കായിരിക്കും വരുന്നത്. സേഫ് സോൺ ആയിട്ട് നമുക്ക് ഈ ഒരു പറഞ്ഞു വെക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് അപ്പോൾ അത് വേരിയേഷൻ വരാം, നമുക്ക് ഒരിക്കലും അത് പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു റേഞ്ച് അറിയുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതി മാത്രമാണ് ഇത് പറയുന്നത്. അങ്ങനെ എക്സ്പെക്ട് ചെയ്താണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ SSC എടുത്തു കഴിഞ്ഞാൽ SSCയുടെ CBT 1 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറൗണ്ട് 122.92 ആണ്. 123 ആണ് ലാസ്റ്റ് അതിൻ്റെ ഒരു കട്ട് ഓഫ് ആയിട്ട് എടുത്തത്. OBC വന്നു കഴിഞ്ഞാൽ 117 ആയിരുന്നു. EWS കാറ്റഗറി ആണെങ്കിൽ 109, SC ആണെങ്കിൽ 102, ST ആണെങ്കിൽ 98. അങ്ങനെ ഒരു റേഞ്ചാണ് 1ൻ്റെ കേസിൽ വന്നത്.
CBT2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ CBT2-ൽ വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അറൗണ്ട് 200-ൻ്റെ ഒരു റേഞ്ചിലായിരുന്നു, 200. കാരണം ഔട്ട് ഓഫ് 300 ആണ് എക്സാം നടക്കുന്നത്. 200-ൻ്റെ ഒരു മുകളിലേക്ക് ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ സേഫ് ആയിരിക്കും. കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഫൈനൽ മാർക്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് ഔട്ട് ഓഫ് 500 ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 500 വന്നിട്ടുള്ളത് 376. അതുപോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROയുടെ കേസിൽ 376 ആണ് വന്നത്. CPWDയുടെ 400 ആണ് വന്നത്. കാരണം CPWD കുറച്ചുകൂടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. CPWD ഒക്കെയാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് കാണുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പൊ അവിടെയൊക്കെ ഒരു 100-ൽ ഒരു 80 മാർക്കൊക്കെ വാങ്ങിച്ചിരിക്കണം. ഔട്ട് ഓഫ് 80% മാർക്കെങ്കിലും വേണം. അത് 400 നല്ലൊരു ഓർഗനൈസേഷനിലേക്ക് വരാനായിട്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ CWC ആണെങ്കിൽ 388 ഉണ്ട്. MES ആണെങ്കിൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് വരുമ്പോഴും 389 ഉണ്ട്. അപ്പം ഒരു അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് ഉണ്ട്, നല്ലൊരു മാർക്ക്. ഇപ്പോൾ 80% ഒക്കെ മാർക്ക് സ്കോർ അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ അകത്ത് എക്സാമിൻ്റെ പാറ്റേൺ. CPWDന് എന്താ ഇത്ര 80 മാർക്സ് 100-ൽ വാങ്ങണോ, 80% ഒക്കെ വാങ്ങണം. അപ്പം അത് ആ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസും അത്രയുമാണ്. കാരണം ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും അതാണ്. അപ്പം അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ഓർഗനൈസേഷനിൽ കിട്ടുമ്പോൾ നമ്മൾ അത്രയും സ്കോർ ചെയ്യണം. എന്നിരുന്നാൽ പോലും ആ 80 മാർക്സ് എന്ന് പറയുന്നത് പറ്റാത്തൊരു മാർക്കല്ല. കാരണം ആ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് എടുത്തൊന്നും കൂടെ പറയണം, ഈ ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ഈ JEE എക്സാമിനേഷൻ്റെ ഈ ടെക്നിക്കൽ എന്നൊക്കെ പറയുന്നത് അത്രയും സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് കൂടുതലും അപ്ലൈ ചെയ്യാനും അത് എഴുതാനും ആയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കുക. അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ പേടിച്ച് അപ്ലൈ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ആ സ്റ്റേജിൽ എത്തില്ല. അപ്ലൈ ചെയ്ത് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗോ ത്രൂ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണെന്ന് മനസ്സിലാവും. അപ്പം കുട്ടികൾ കുറച്ചുകൂടെ അവെയറായി വരുന്നുണ്ട്. ഇപ്പോൾ കാരണം കൂടുതൽ RRB ഇപ്പോൾ നമ്മുടെ റിസൾട്ട് തന്നെ അത് കാണിക്കുന്നുണ്ടല്ലോ. SSCയും RRB ഒക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങും. നേരത്തെ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അത് വരുന്നുണ്ട്. പിന്നെ ഇനി അത് കൂടണം. നിങ്ങൾ എല്ലാ എക്സാംസും എഴുതണം. നമുക്ക് എവിടെയാണ് നമ്മുടെ വിജയം കാത്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം എല്ലാ എക്സാംസും എഴുതാനായിട്ട് നോക്കുക. നമ്മൾ നോക്കിയ ടെക്നിക്കൽ ടൈപ്പ് ഓഫ് എക്സാംസിനൊക്കെ വരുന്ന സിലബസിൽ വരുന്ന സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സബ്ജക്റ്റുകളൊക്കെ ഏകദേശം എല്ലാം സെയിം തന്നെ വരുന്നതാണ്. അപ്പം നിങ്ങളത് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എല്ലാ പ്രാവശ്യവും പറയുന്ന കാര്യം തന്നെയാണ്, ഇത് എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്ന അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. ഏത് എക്സാം ആയിക്കോട്ടെ അതിൻ്റെ സിലബസ് എടുക്കുക, പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, കമ്പയർ ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഏതാണ്. 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്താൽ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതൊരു നല്ല രീതിയിൽ 100% ഡിറ്റർമിനേഷനോട് കൂടി ഒരു എക്സാമിനെ കാണുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏത് എക്സാമും ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഡിസിപ്ലിനും അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ ഈ സിവിലിൻ്റെ കോണ്ടൻസിനകത്ത് പറയുന്ന കാര്യങ്ങൾക്കൊരു മാറ്റമേ വരത്തില്ല. ഇതെല്ലാം നിങ്ങൾ തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ റിഫ്രഷ് ചെയ്ത് ഓരോ എക്സാമിന് യൂട്ടിലൈസ് ചെയ്ത് പോവാം. ഈ പഠിക്കുന്ന കോണ്ടന്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ആരാണോ അവർക്കാണ് വിജയം. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഇതെപ്പോഴും നമ്മൾ പറയുന്നതാണ്, എന്തൊക്കെ വരും അതെല്ലാം അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് നോക്കുക. എപ്പോഴാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ കട്ട് ഓഫ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് ഒന്നും കൂടി നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരു അവയർനെസ് പോലെ തരുന്നതാണ്. കാരണം ചില കുട്ടികൾക്കില്ല ഏതാണ് റേഞ്ച് എന്ന് പോലും അറിയാതിരിക്കുന്നവർക്ക് ഒരു റേഞ്ച്, ഏകദേശം റേഞ്ച് അറിയാം. ഇതിനേക്കാൾ കുറയാൻ സാധ്യതയുണ്ട്, കൂടാൻ സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ഫാക്ടേഴ്സ്. ഇവർ എക്സാമുകളൊക്കെ അതായത് ഇപ്പം മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്ന സമയത്ത് കമ്പയർ ചെയ്യാം. ഒന്ന് കമ്പാരിസൺ നടത്തി നോക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ മോക്കായിട്ട് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് പോലെ ഈ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടോ നോക്കി പോകാൻ. അതിന് മാത്രമായിട്ടാണ് നമ്മളിത് തരുന്നത്. ഇപ്പോൾ സാർ മോക്ക് ടെസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയേണ്ടത്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് മാക്സിമം നമ്പർ അറ്റൻഡ് ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട്. CBT ടൈപ്പ് ഓഫ് എക്സാംസിന് ആ രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ലാപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ആദ്യമേ ഹൈലൈറ്റ് ചെയ്ത് യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ഒരു കുട്ടി എക്സാം കഴിഞ്ഞപ്പോൾ വിളിച്ച് വളരെയധികം വിഷമത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് അവിടെ ചെന്നപ്പോഴേ സ്ക്രോൾ ചെയ്യുന്നതും ഇത് നമുക്ക് ഓപ്ഷൻസ് കാണുന്നതും ഈ ഫിഗറൊക്കെ വരുമ്പോൾ ഉള്ളത് ആ കുട്ടിക്ക് പരിചയമില്ലാത്ത കണക്കുള്ളൊരു ഫീൽ ആയെന്നും പറഞ്ഞ്. അപ്പം അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എത്രയും നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ആർക്കും ഇനി വരാനായിട്ട് പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലാപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിലോ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ഇൻ്റർഫേസുമായിട്ട് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാനായിട്ട്.
അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു ഓവറോൾ അനാലിസിസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവരുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ് എങ്ങനെ ആ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത്. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അതായത് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സെൽഫ് സ്റ്റഡി ആണ് ഓക്കെ എന്ന് പറയുന്നവർക്ക് ആ പാത്ത് ചൂസ് ചെയ്യാം. ഗൈഡൻസ് ആണ് വേണ്ടതെങ്കിൽ ആ പാത്തും ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു പോകണം അല്ലേ സാർ? കാരണം ഒരു നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പം ഇനി നമ്മൾ കാടടച്ച പഠിക്കുക എന്നുള്ളതല്ലല്ലോ, ജസ്റ്റ് സർഫസ് ലെവലിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു ഫാക്കൽറ്റി ഗൈഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഇപ്പോൾ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ബാച്ചസ് ഡയറക്റ്റ് ബാച്ചസിലും ഓൺലൈൻ ബാച്ചസിലും ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പം ഇത് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വജ്ര കോഴ്സാണ്. അപ്പം അത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും എല്ലാ കോമ്പറ്റേറ്റീവ് എ ആയിക്കോട്ടെ ജി ആയിക്കോട്ടെ, അപ്പം അതിനകത്ത് തന്നെ നോൺ ടെക്നിക്കലിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം എല്ലാം തന്നെ അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ചോദിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അപ്പോൾ അതിന് നമ്മുടെ MCQ ബുക്ക് വളരെയധികം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക്. അപ്പം കാരണം ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഉള്ളത് കൊണ്ട് ചെയ്തു പോകാൻ പ്രാക്ടീസിന് വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഓരോ കോണ്ടന്റും വ്യക്തമായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ തന്നിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്. അപ്പോൾ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടി സ്മൂത്ത് ആക്കും, കുറച്ചും കൂടി ഈസി ആക്കും, ഗൈഡഡ് ആക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു എക്സാം നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിമേ ഉള്ളൂ. നമുക്കിത് ആജീവനാന്തരം പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഒരു അറ്റം നമ്മൾ കൊണ്ട് എത്തിക്കണമല്ലോ. അതാണ് ഏറ്റവും പ്രാധാന്യം. അവിടെയാണ് ഈ ഇതുപോലുള്ള ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങിൻ്റെ ഒരു ഹെൽപ്പ് കിട്ടുന്നതെന്ന് പറയുന്നത്. ശരി തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളും ഒരുപാടുണ്ട്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്യുന്ന നല്ല രീതിയിൽ അവിടെ മാത്രമാണ് വിജയം. അതെപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം വളരെ നല്ലൊരു ന്യൂസ് എന്ന് പറയുന്ന SSCയും RRBയും രണ്ടും ഇനി ഇയർലി കണ്ടക്ട് ചെയ്യണം. RRB കൂടെ അതിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ വർഷവും ഇനി എക്സാം എക്സ്പെക്ട് ചെയ്യാം. അവിടെ ഈ ഓരോ വർഷത്തിലും നിങ്ങൾ ഈ പഠിക്കുന്ന കോണ്ടന്റ്, ഇപ്പം നോൺ ടെക്നിക്കൽ നിങ്ങൾ പേടിപ്പെടുത്തുന്ന നോൺ ടെക്നിക്കലിൽ കറണ്ട് അഫയേഴ്സിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ഈ ഓരോ വർഷവും നിങ്ങൾ റിഫ്രഷ് ചെയ്ത് പോവേണ്ടത്. ടെക്നിക്കലും ഓരോ വർഷവും റിഫ്രഷ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ഒരു പ്രയർ ടു 3-4 മന്ത്സിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്കറിയാം സ്പോർട്സ് റിലേറ്റഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് തന്നെ അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്താൽ അതൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്ന് ഒരു സർഫസ് ലെവലിൽ ലാസ്റ്റ് വെച്ച് വേൾഡ് കപ്പിൽ സ്മൃതി മന്ദാനയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആർക്കാണ് ബെസ്റ്റ് ഇന്റർനാഷണൽ പ്ലെയർ ആയിട്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ജസ്റ്റ് ന്യൂസ് പേപ്പർ റീഡിങ്ങിലും ഇപ്പം തന്നെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇതൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതുവഴി തന്നെ എഴുതാൻ പറ്റുന്നതാണ്. അതൊക്കെ സോഷ്യൽ മീഡിയാസ് ഒക്കെ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതൊക്കെ നല്ല ടൂൾസ് ആണ് കേട്ടോ. നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആണ്. അപ്പം സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ സമയം നശിപ്പിക്കും. അത് ഞാൻ പറഞ്ഞ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, അതായത് ഒരു പ്രിപ്പറേഷനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒരു പ്രിപ്പറേഷൻ ഇല്ലാതാക്കാനും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ ഇപ്പം നമ്മൾ ഈ കാണുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒക്കെ ആയിട്ട് വരുന്നതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നല്ല അതൊക്കെ പ്രിപ്പറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പഠിക്കുക എന്നുള്ളതാണെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ എടുക്കണ്ട, ഫിൽട്ടർ ചെയ്യുന്നത് എന്തൊക്കെ വേണം എന്നുള്ളത് അത് നിങ്ങളുടെ ജേർണിയെ കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റും. ടൈം കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകൾക്ക്, അതായത് ഇപ്പോഴേ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം. അടുത്ത SSCക്കും RRBക്കും വേണ്ടി ഓൾറെഡി SSC നല്ല രീതിയിൽ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുമായിരിക്കും CBT 2 വേണ്ടി. ആ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോയി റിവൈസ് ഒക്കെ ചെയ്യാനുള്ള ടൈമായിരിക്കും നമുക്ക്. ടയർ 2 അല്ലെങ്കിൽ CBT 2 എന്ന് പറയുന്നത് അതിൻ്റെ റിവിഷൻ മാത്രമാണ്. സത്യം പറഞ്ഞാൽ SSC അല്ലെങ്കിൽ ടയർ 1
1-ൽ തന്നെ CBT 1-ൽ തന്നെ നമ്മൾ ഫുൾ പോർഷനും കവർ ചെയ്ത് തീർക്കണം. നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മാക്സിമം ടൈം റിവൈസ് ചെയ്യുക. കൂടുതൽ ടൈം റിവിഷന് ഒരു പോർഷന് വേണ്ടി കൊടുക്കാതെ ആ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ടൈം എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് MCQ പ്രാക്ടീസുകൾ ചെയ്യുക. അപ്പം ഇപ്പം നമുക്കൊരു ഒരു ജനുവരി ഫെബ്രുവരിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. RRB CBT 1 ചോദിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ടെൻറ്റേറ്റീവായിട്ട് ഫെബ്രുവരി ടൈം പറയാം, പക്ഷെ അതിൽ അങ്ങോട്ട് വേരിയേഷൻസ് വരാം. നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഈ RRBൻ്റെ കേസിലൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്, വേക്കൻസി വളരെ കുറവായിട്ട് കണ്ടല്ലോ എന്ന് കമ്പാരിറ്റീവ്ലി മുന്നത്തെ വെച്ചിട്ട്. അപ്പം അതൊരു ചിന്തയിലേ വരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന വേക്കൻസിൻ്റെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ആണ്, പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ആ വരുന്ന കുറവ് വേക്കൻസിയിൽ ഒരാൾ ഞാനാണെന്ന് ചിന്തിച്ച് പഠിക്കുക. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ എക്സാം വരുമെന്നും അതുപോലെ തന്നെ എന്താണ് വേക്കൻസി എന്നുള്ള കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ സൈഡ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടോ 100%, അത് മാത്രമാണ് ചിന്തിക്കേണ്ടത്. കാരണം വേക്കൻസി എത്ര വേണോ ആകാം, എക്സാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ പെട്ടെന്ന് കയറി വരാം അല്ലേ, ചിലപ്പോൾ നമുക്ക് ആ ടൈം ഒരു കൺസ്ട്രെയിൻറ്റ് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഇത് ആ ടൈമിൽ വരുമെന്ന് എക്സ്പെക്ട് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും നേരത്തെ തുടങ്ങുന്നുണ്ടോ അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ വരുന്ന വേക്കൻസി ഏതാണോ അതിൽ ഞാനായിരിക്കും വരുന്നത് എന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതിന് ഈ JEE എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിംഗ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.